പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങളെയും ആത്മകഥകളെയും ക്യാമറയിൽ പകർത്തുന്ന ഒരു പ്രവാസി യുവാവിനെ പരിചയപ്പെടുത്തുകയാണ് ഇനി ഗൾഫ് ന്യൂസ് വീക്കിൽ. ഹ്രസ്വ ചിത്രങ്ങളിലൂടെ കാഴ്ചയുടെ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്നു ബിനു ഗോപി. ഇതിനോടകം തന്നെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഇദ്ദേഹം എറണാകുളത്തുകാരനാണ്. പ്രവാസ ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ബിനു ഗോപി കണ്ടെത്തുന്നത് കാഴ്ചയുടെ പുതിയ തലങ്ങളാണ്. ചെമ്മാനം പൂക്കുന്ന സന്ധ്യകളും നാട്ടുവിശേഷങ്ങളും മനസ്സ് നിറയുന്ന കർമ്മമണ്ഡലത്തിലെ കാഴ്ചകളുമെല്ലാം ഈ യുവാവ് മിനി സ്ക്രീനിലേക്ക് പകർത്തുകയാണ്. ക്യാമറയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും നിരന്തരം ചർച്ച ചെയ്യുന്ന കൂട്ടുകാർക്കിടയിൽ നിന്ന് ഒരാൾ പുരസ്കാരങ്ങളുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും ആഹ്ലാദം. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ദുബായ് ആസ്ഥാനമായിട്ടുള്ള ഒരു അറ്റ്കിൻസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ കലാപരമായ കാര്യങ്ങളിലൊന്നും ഞാൻ ഇതുവരെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്ക് എന്തോ എഴുതണം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. എൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി മലയാള മനോരമ ഓൺലൈനിൽ അച്ചടിച്ചു വന്നു. ആ ഷോർട്ട് സ്റ്റോറി അതുവരെ ഞാൻ എഴുതും എന്ന് എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഷോർട്ട് സ്റ്റോറി അച്ചടിച്ച് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുകയും അങ്ങനെ അവർ അതിലൊരു മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു മാനേജറുണ്ട്, അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഇനിയും തുടർന്ന് എഴുതണം. അങ്ങനെ ഞാൻ ദുബായ് ഫിലിം ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ലോഹിതദാസ് തിരക്കഥാ പുരസ്കാര മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 10 ചിത്രങ്ങളിൽ ഒന്ന് ബിനുവിന്റെ നോ എൻട്രി ആയിരുന്നു. കൊച്ചി നഗരത്തിൽ എത്തുന്ന 2 സുഹൃത്തുക്കളുടെ കഥയാണ് നോ എൻട്രി പറയുന്നത്. ട്രാഫിക് സിഗ്നലുകളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. നോ എൻട്രിയുടെ തിരക്കഥ പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങാനിരിക്കുകയാണ്. ഞാൻ സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി. അത് ലോഹിതദാസിന്റെ തിരക്കഥാ പുരസ്കാരത്തിലെ അവസാന 10 തിരക്കഥകളിൽ ഒന്ന് എന്റേതാണ്. അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരതൻ സ്മാരക ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച എയർ ടിക്കറ്റ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കൂടി നേടിയപ്പോഴാണ് ദുബായിലെ സിനിമാ ചങ്ങാത്തത്തിൽ ബിനു ഗോപി എന്ന എറണാകുളം കങ്ങരപ്പടിക്കാരൻ താരമാവുന്നത്. ബന്ധുവിന്റെ മരണസമയത്ത് നാട്ടിലേക്ക് വരാൻ കഴിയാതെ മറുനാട്ടിൽ കഴിച്ചുകൂട്ടേണ്ടി വരുന്ന മലയാളിയുടെ ആത്മസംഘർഷങ്ങളാണ് എയർ ടിക്കറ്റ് അവതരിപ്പിക്കുന്നത്. അയ്യോ, എനിക്ക് വയ്യ. അമ്മേ, അമ്മേ, ഈ സമ്പന്നതയുടെ ലോകത്തും ബന്ധുമിത്രാദികളുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്ത നിരവധി ജീവിതങ്ങൾ ഇവിടെ ഉരുകുന്നുണ്ട് ഈ പ്രവാസ ഭൂമിയിൽ. ദുബായ് പൊതുവെ സമ്പന്നതയുടെ ലോകമാണെന്ന് അറിയപ്പെടുന്നെങ്കിലും അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മലയാളികളുണ്ട്. അപ്പോൾ അതിൽ ബന്ധുമിത്രാദികൾ മരിക്കുമ്പോൾ അവരുടെ മുഖം അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ കഴിയാത്ത നിരവധി ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തിയുടെ അയാൾ അനുഭവിക്കുന്ന ആ മാനസിക സംഘർഷങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ആ ഷോർട്ട് ഫിലിം പറയുന്നത്. ആ ഷോർട്ട് ഫിലിമിൽ എനിക്ക് ബെസ്റ്റ് ഡയറക്ടർക്ക് എന്നുള്ള സമ്മാനം നേടിത്തരികയുണ്ടായി. ദുബായ് ആസ്ഥാനമായ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗിന് ബിനുവിന് 2ാം സ്ഥാനം ലഭിച്ചു. ഇല്ലിപ്പൂട്ട് തിന്ന് ആഹ്ലാദം കൊള്ളുന്ന പ്രവാസി മലയാളിയുടെ മനസ്സ് പകർത്തുന്ന കഥ ഏറെ ശ്രദ്ധേയമായി. മ്യൂസിക് ആൽബങ്ങൾക്ക് വേണ്ടി കപ്പ TV നടത്തിയ മത്സരത്തിൽ ബിനുവിന്റെ ആൽബം 3ാം സ്ഥാനം കരസ്ഥമാക്കി. പിരിയുവാൻ സമയമായി എന്ന ആൽബമാണ് പുരസ്കാരം നേടിയത്. ചെമ്മാനം പൂക്കണ ജീവിതക്കാഴ്ചകളാണ് ബിനുവിന്റെ ആൽബങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ പ്രമേയവുമായി ചെയ്ത വിസ്കി എന്ന ഷോർട്ട് ഫിലിമിൽ സിതാര പാടിയ താരാട്ട് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടു. കൈകളിൽ
പ്രവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായ കുബൂസിനെ പശ്ചാത്തലമാക്കി എഴുതിയ കവിതയും ദൃശ്യരൂപത്തിലാക്കിയിട്ടുണ്ട്. ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ലക്ഷ്യമിട്ട് ബിനു ഉൾപ്പെടുന്ന ദുബായ് ഫിലിം ക്ലബ്ബ് ഒരുക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണിപ്പോൾ. 12 വർഷമായി ദുബായിലെ ആറ്റ്കിൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ബിനു ഗോപി തൊഴിൽപരമായ തിരക്കുകൾക്കിടയിലും ദൃശ്യവിസ്മയങ്ങളിലേക്ക് മനസ്സ് ചേർക്കുകയാണ്. വെള്ളിത്തിരയുടെ അനന്തവിഹായസിനെ സ്വപ്നം കാണുകയാണ്. കേട്ടറിഞ്ഞപ്പോൾ കൗതുകമായിരുന്നു, ആദ്യമായി കാണുമ്പോൾ ആകാംക്ഷയായിരുന്നു. നിന്നെ കാണാൻ ചന്തവും തോന്നിയിരുന്നു, തൊട്ടു നോക്കിയപ്പോൾ നീ മൃദുവായിരുന്നു. ആദ്യാനുഭവത്തിൽ നീ രസകരമായിരുന്നു, കുപ്പൂസ് എന്നു വിളിപ്പേരുള്ള റൊട്ടി. നിന്റെ സ്വാധീനത്തിൽ അറബ് ലോകം നമിക്കും.